ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം. ഓൺ ക്ലിക്ക് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒരു പ്രോഗ്രാം ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞാണ് അല്ലേ, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നടക്കുന്ന കാര്യം അല്ലേ. അപ്പോൾ ഓൺ ക്ലിക്ക് എന്ന് പറയുന്നത് ഒക്കേഴ്സ് വെൻ ദ യൂസർ ക്ലിക്സ് ഓൺ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് നമ്മൾ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നടക്കുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൺ ക്ലിക്ക് യൂസ് ചെയ്യുന്നത്. ഇനി ഓൺ മൗസ് എൻ്റർ. ഓൺ മൗസ് എൻ്റർ എന്ന് പറയുന്നത് എന്താ? occurs when the mouse pointer is moved on to an object. ഒരു ഒബ്ജക്റ്റുമ്പോൾ നമ്മളിപ്പോൾ മൗസ് പോയിൻ്റർ ഇല്ലേ, മൗസ് പോയിൻ്റർ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഈ മൗസ് നീക്കുമ്പോൾ സ്ക്രീനിൽ ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇങ്ങനെ നീങ്ങി പോകുന്നതൊക്കെ കാണാൻ പറ്റില്ലേ, അതാണ് മൗസ് പോയിൻ്റർ. അപ്പോൾ ആ മൗസ് പോയിൻ്റർ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിലേക്ക് എടുത്ത് വെക്കുമ്പോൾ അവിടെ എന്തെങ്കിലും കളർ മാറുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കാണാം അല്ലേ. ഒരു ഭാഗത്തേക്ക് ആ മൗസ് പോയിൻ്റർ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം അവിടെ സംഭവിക്കും. അപ്പോൾ അത് എന്താണെന്ന് പറയാനാണ് ഓൺ മൗസ് എൻ്റർ ഉള്ളത്. ഇനി ഓൺ മൗസ് ലീവ് എന്താ? മൗസ് പോയിൻ്റർ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ, ആ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മൂവ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓൺ കീ ഡൗൺ എന്ന് പറയുന്നത് ഒരു കീ നമ്മൾ പ്രസ് ചെയ്യുകയാണ്. കീബോർഡിൽ എയോ ബിയോ സിയോ ഏതെങ്കിലും കുറേ കീസ് ഇല്ലേ, ആ കീയിൽ ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിക്കേണ്ടത്. അതുപോലെ തന്നെ ഓൺ കീ അപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞ് ആ പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുന്ന കീനെ നമ്മൾ റിലീസ് ചെയ്യില്ലേ, അതായത് പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന കീന്ന് നമ്മൾ വിടുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഓരോ ഇവൻറ്റുകൾ. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഓൺ ക്ലിക്ക് ഇവൻ്റ് അല്ലേ. ഇവിടെ നോക്കുക ഓൺ ക്ലിക്ക് ഇവൻ്റ് എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ ക്ലിക്ക് മീ എന്ന് പറയുന്ന ഒരു ഭാഗം തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ കണ്ടോ, യു ക്ലിക്ക്ഡ് മീ അങ്ങനെ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത സമയത്ത് അവിടെ എന്തോ സംഭവിച്ചു. അതാണ് ഓൺ ക്ലിക്ക് ഇവൻ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞതാണ് മൗസ് ഓവർ അല്ലേ. ഇവിടെ ഒരു ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ട്. ആ ടെക്സ്റ്റിൻ്റെ മുകളിലേക്ക് നമ്മൾ മൗസ് പോയിൻ്റർ കൊണ്ടുവരുമ്പോൾ അതെന്താവുകയാണ്, റെഡ് കളർ ആവുകയാണ് അല്ലേ. അപ്പോൾ അതാണ് മൗസ് ഓവർ. ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ആ മൗസ് പോയിൻ്റർ കൊണ്ടെത്തിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, അവിടെ റെഡ് കളറായി. അത് ആ കളർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൗസ് ഓവർ, ഓൺ മൗസ് ഓവർ എന്ന് പറയുന്ന ഇവൻ്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, നമ്മൾ എൻ്റർ മൗസ് പോയിൻ്റർ ഓൺ മീ ആൻഡ് ലീവ് എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ മൗസ് പോയിൻ്റർ വെച്ചിട്ട് ആ ഒബ്ജക്റ്റിൽ നിന്ന് നമ്മൾ ആ മൗസ് പോയിൻ്റർ പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു അലേർട്ട് ബോക്സ് അല്ലെങ്കിൽ ഒരു ഡയലോഗ് ബോക്സ് അവിടെ വരികയാണ് അല്ലേ. അപ്പോൾ അതൊരു ഇവൻ്റാണ് ഓൺ മൗസ് ലീവ്. ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ഒരു മൗസ് പോയിൻ്റർ പുറത്തേക്ക് നമ്മൾ എടുക്കുമ്പോൾ അവിടെ ഒരു കാര്യം അവിടെ സംഭവിച്ചു. അതാണ് ഓൺ